നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വാട്ട് എ മാച്ച്, വാട്ട് എ ത്രില്ലർ. സൂപ്പർ ഓവർ ഒരു ആൻറ്റി ക്ലൈമാക്സ് ആയി പോയി തോന്നി. പക്ഷേ ശ്രീലങ്ക അവരുടേതായിട്ടുള്ള രൂപത്തിൽ നന്നായിട്ട് പൊരുതിയിട്ടുണ്ട്. എന്നാൽ ടീം ഇന്ത്യ ഒടുവിൽ സൂപ്പർ ഓവറിൽ വിജയിച്ച് കയറി. 20 ഓവറിൽ ഇന്ത്യ അടിച്ചു കൂട്ടിയത് 5 വിക്കറ്റിൽ 202 റൺസ്. ശ്രീലങ്ക മറുപടിയായിട്ട് അതേപോലെ തന്നെ 5 വിക്കറ്റിന് 202 റൺസ്. ഒടുവിൽ കളി സൂപ്പർ ഓവറിലേക്ക് പോയപ്പോൾ ശ്രീലങ്ക ആകെ എടുത്തത് 2 റൺസായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് ഒരു റൺസ് ഒരു സ്കോർ ചെയ്തതും ഒരു എക്സ്ട്രയും. അതിനിടയ്ക്ക് ആ ക്യാച്ച് റണ്ണൗട്ട്, അമ്പയർ ആദ്യമേ ഔട്ട്, ക്യാച്ചിന് ഔട്ട് കൊടുത്തുകൊണ്ട് ബോൾ ഡെഡ് ബോളായി. അങ്ങനെ പിന്നെ റണ്ണൗട്ട് കൂട്ടാതായി. പക്ഷെ തൊട്ടടുത്ത പന്തിൽ തന്നെ അവർ ഔട്ടായതുകൊണ്ട് വെറും 2 റൺസ് മാത്രമാണ് സൂപ്പർ ഓവറിൽ അവർക്കുണ്ടായിരുന്നത്. ഇന്ത്യക്ക് വേണ്ടി സൂര്യകുമാർ യാദവും ശുഭൻ ഗില്ലും ചേർന്ന് സൂപ്പർ ഓവറിൽ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങി ആദ്യ പന്തിൽ തന്നെ 3 റൺസ് സൂര്യകുമാർ യാദവ് അടിച്ച് കളി തീർക്കുകയായിരുന്നു. അതാ പറഞ്ഞത്, സൂപ്പർ ഓവർ ഒരു ആൻറ്റി ക്ലൈമാക്സ് ആയി പോയി എന്നൊരു അഭിപ്രായമുണ്ട്. സൂപ്പർ മാച്ചായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് വേണ്ടി അഭിഷേക് ശർമ്മയുടെ പൊളിച്ചെടുക്കൽ. 31 പന്തിൽ നിന്ന് അദ്ദേഹം 61 റൺസ് അടിച്ചപ്പോൾ ശുഭൻ ഗില്ല് 4 റൺസ് മാത്രമാണ് അടിച്ചത്. സൂര്യകുമാർ യാദവ് 13 പന്തിൽ നിന്ന് 12 റൺസ്. സൂര്യയുടെ ഫോം ഒരൽപ്പം വറിയിങ് ആണ്. തിലക് 34 പന്തിൽ നിന്ന് 49 റൺസ് അടിച്ച് പുറത്താകുന്നപ്പോൾ സഞ്ജു പൊളിച്ചടുക്കി 23 പന്തിൽ നിന്ന് ഒരു 4, 3 6 അടക്കം 39 റൺസ് അടിച്ചിരുന്നു. പാണ്ഡ്യ 2 റൺസുമായിട്ട് മടങ്ങി. അക്സർ പട്ടേൽ 15 പന്തിൽ നിന്ന് 21 റൺസ് അടിച്ച് പുറത്താകാകുന്നു. അങ്ങനെ 20 ഓവർ പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റിന് 202 റൺസ്. മറുപടി ബാറ്റിങ്ങിൽ ശ്രീലങ്കയുടെ ഇന്നിങ്സിന് പതും നിസാങ്ക നൽകിയ ആ ഒരു സംഭാവന വളരെ വലുതാണ്. അവസാനമാണ് അദ്ദേഹം ഔട്ടാവുന്നത്. അവസാന ഓവറിൽ ഹർഷിത് റാണ ആ ഒരു ബോൾ നേരെ കയ്യിലേക്ക് അടിച്ചു കൊടുത്തു. ഹർഷിത് റാണയുടെ പന്ത് വരുൺ ചക്രവർത്തിയുടെ കയ്യിലേക്ക് അടിച്ചു കൊടുത്ത് പതും നിസാങ്ക മടങ്ങിയിടത്താണ് കളി പിന്നെ ശ്രീലങ്ക കൈവിടുന്നത്. 58 പന്തിൽ നിന്ന് 107 റൺസാണ് പതും നിസാങ്ക അടിച്ചത്. 7 4ഉം 6 6ഉം ആ ബാറ്റിൽ നിന്ന് വന്നു. ഒപ്പം ഓപ്പൺ ചെയ്യാനെത്തിയ കുശാൽ മെൻഡിസ് ഗോൾഡൻ ഡെക്കായിട്ട് മടങ്ങിയിരുന്നു. എന്നാൽ കുശാൽ പെരേര 32 പന്തിൽ നിന്ന് 58 റൺസ് അടിച്ചു. ചരിത അശ്ലങ്ക 5, കാമിൻഡോ മെൻഡിസ് 3. അങ്ങനെ വിക്കറ്റുകൾ വീണു. പക്ഷേ ദാസുൻ ഷനാക്ക 11 പന്തിൽ നിന്ന് 22 റൺസുമായിട്ട് അവസാനം പൊരുതിയിരുന്നു. 2 പന്തിൽ നിന്ന് 2 റൺസ് എടുത്ത് ജനിത് ലിയാനകയും പുറത്താകാതെ നിന്നിരുന്നു. അപ്പോൾ ഇതിൽ അവസാനം അവർക്ക് വേണ്ടത് 2 പന്തിൽ 7 റൺസാണ്. ഒരു 4 അടിക്കുന്നു, അടുത്ത പന്തിൽ ഡബിൾ ഓടുന്നു. അവസാന പന്തിൽ അത് അവിടെ ഡൈവ് ചെയ്ത് വീണു, അല്ലെങ്കിൽ 3 വരെ ഓടാമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ കളിയുടെ ഒരു രീതി അതാണ്. 5 വിക്കറ്റിന് 202 അവരും അവരുടെ ഇന്നിങ്സ് അവസാനിപ്പിച്ചു. ഒടുവിൽ സൂപ്പർ ഓവർ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യ അനായാസം വിജയിച്ച് കയറി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.